പൂവിന്റെ മണം, പണം, ധനം, ധാന്യം എന്നിവ തിരിച്ചറിയാത്ത അവസ്ഥ. അതാണ് കാളിയാവസ്ഥ, അഘോരാവസ്ഥ. അത് മറിച്ചിടുന്നതാണ്. അങ്ങനെയുള്ള അമാനുഷിക ശക്തികളും അമാനുഷിക പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ ആ സംഭവം കൊടുങ്ങല്ലൂർ കോവിലകവും ഭഗവതിയായിട്ടുള്ള ബന്ധമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നമസ്കാരം, ഞാൻ രാജേഷ് നരേന്ദ്രൻ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നിഴലിൽ ഇരിപ്പ് എന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടാറുണ്ട്. 100,000 യോഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന്റെ കൂടുതൽ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ മലയാള മാസവും 1-ാം തീയതി നടക്കുന്ന ഒരു ആചാരപരമായിട്ടുള്ള ചടങ്ങാണ് നിഴലിരിപ്പ്. കൊടുങ്ങല്ലൂർ 100,000 യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ യോഗാംഗങ്ങളായിട്ടുള്ള ആളുകളാണ് നിഴലിരിപ്പിൽ പങ്കെടുക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ 3-4 നായർ തറവാടുകളിലെ പുരുഷന്മാരായിരിക്കും ഇതിന് നേതൃത്വം നൽകുന്നത്. നിലവിൽ കിളിക്കോട്ട് തറവാട്ടിലെ അംഗമായിട്ടുള്ള മാധവൻ എന്നുള്ള ഞാനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഉച്ചപൂജ കഴിയുന്നവരെയാണ് ഇതിൻ്റെ നിഴലിരിപ്പ്. ഈ നിഴലിരിപ്പിനിരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആചാരമൊഴികൾ വായിക്കുകയും അത് നിഴലിരിക്കുന്ന എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അത് നിഴലിരിപ്പ് അവസാനിപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ. കൊടുങ്ങല്ലൂർ കോവിലകവും ഭഗവതിയായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി. അന്നത്തെ രാജകുടുംബങ്ങളുടെ സൈനികരായിരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ പ്രദേശത്തെ നായർ കുടുംബങ്ങളിലെ പുരുഷന്മാർ. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ തന്നെ വേണമെന്ന് രാജകുടുംബത്തിന് നിർബന്ധമുണ്ടായിരുന്നു സൈനികമായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് ഒരു കൂടിയാലോചന എന്നുള്ള നിലയ്ക്കായിരിക്കണം ഈ സേനാപതിയും മറ്റ് സേനാംഗങ്ങളും ഭഗവതിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിഴൽ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൊടുങ്ങല്ലൂർ തമ്പുരാൻ ഭഗവതിയുടെ അനുഗ്രഹാശിസ്സുകളോട് കൂടി മാത്രമേ എടുക്കാറുള്ളൂ. കാരണം അത്രയും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയും കൊടുങ്ങല്ലൂർ രാജകുടുംബവും ആയിട്ടുള്ളത്. ആ രാജകുടുംബത്തിലെ പടയാളികളായിട്ടുള്ള ആളുകൾ, അവരുടെ സേനാപതികളായിട്ടുള്ള ആൾക്കാർ കൊടുങ്ങല്ലൂർ പ്രദേശത്തെ നായർ കുടുംബാംഗങ്ങളാണ്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പശ്ചാത്തലം. ഇന്നും മുടക്കം കൂടാതെ ഈ ചടങ്ങ് കൊടുങ്ങല്ലൂർ 100,000 യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതിയാണ്. കൊടി കയറിയില്ല. കൊടി കയറി കഴിഞ്ഞാൽ ഇപ്പൊ മീനമാസത്തിലെ ഭരണി കൊടി കയറി കഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളിയെ നമ്മ 100,000 യോഗത്തിന്റെ നേളിരിപ്പിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ നേളിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂഗർഭ അറയാണ്. ഇവിടെ നിന്നും അവിടെ ഒരു തുരങ്കത്തിൽ കൂടി ഭരണി കഴിഞ്ഞാൽ കാർത്തിക നാൾ തൊട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ഇതിലെ ഭഗവതി പോലും തേർവാഴ്ച നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് എനിക്കറിയാവുന്ന ഒരു സംഭവം, ഇവിടെ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം ചെയ്യാനായിട്ട് അവിടെ വരികയും അന്നത്തെ വലിയ തമ്പുരാൻ കൂട്ടി ചേർത്ത ഒരു പടയാണെന്നാണ് എനിക്ക് ഇതിനു മുന്നേയുള്ള ഒരു ചെറിയ അറിവുള്ളത്. അദ്ദേഹം പറഞ്ഞ അറിവ് കറക്റ്റാണ്. അപ്പോൾ ഏത് അറിവാണ് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ തമ്പുരാൻ പടപൊരുതാനായിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭഗവതി പടിഞ്ഞാറ് നട തുറന്ന് ഭൂതഗണങ്ങളെയും ഇവിടുത്തെ അന്നത്തെ വെളിച്ചപ്പാടിനെയും പറഞ്ഞയച്ച് ആ വെളിച്ചപ്പാട് ടിപ്പുവിനൊരു സിഗ്നൽ കാണിച്ച് തുമ്പച്ചെടി പോലും ഇവിടെ ആനയായി നിന്നതാണ് പറയുന്നത്. പടയോട്ട കാലത്തെ സ്മരണയ്ക്കായിട്ട് അന്നത്തെ നായർ കുടുംബാംഗങ്ങളും തമ്പുരാനും വിളിച്ചു ചേർത്ത നായർ പടയാളികൾ, തമ്പുരാൻ, ഭഗവതി. ഇതിൻ്റെ കൺസെപ്റ്റ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 യോഗം, കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ, ഭഗവതി. ഈ കൺസെപ്റ്റ് ഒന്നാണ്. ഈ കൺസെപ്റ്റ് 3 അല്ല, 1ആണ്.
ഈ യോഗാംഗങ്ങൾ ഇത്രയും അനുഗ്രഹമായി കൊടുങ്ങല്ലൂർ കാവിലെ എല്ലാ ആചാരങ്ങളും നടത്താനായിട്ട് പ്രതിബദ്ധരാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ കുറവാണ് ആളുകൾ, പക്ഷെ ഞങ്ങളുടെ ജീവനും എല്ലാം സ്വത്തും എന്താണ് നമ്മളെ ജീവനും നമ്മുടെ പരമാത്മാവും ബ്രഹ്മഭാവം എന്തൊക്കെയാണോ അതൊക്കെ ഈ കൊടുങ്ങല്ലൂർ ഭഗവതിയിലും നിക്ഷിപ്തമാണ്. അതിപരാശക്തിയായിട്ടിരിക്കുന്ന ശ്രീ പരമേശ്വരിയുടെ നാമത്തിലാണ് ഞങ്ങളുടെ 1,1000 യോഗം ഉള്ളത്. അതിൽ 1,1000 യോഗത്തിൽ ഒന്നാമതായി ഇരിക്കും ഇദ്ദേഹം. 1000 നാട് വാഴും തമ്പുരാൻ 1001 നീയായി ഞാനായി വരുന്ന പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. വെളിച്ചപ്പാടാവാനും ഇരിക്കാന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം വസൂരി മുദ്ര കാണിക്കണം. ഇപ്പം കാണുന്നതൊക്കെ കോമരങ്ങളാണ്, വെളിച്ചപ്പാടില്ല ഇവിടെ. വെളിച്ചപ്പാടാവണമെന്നുണ്ടെങ്കിൽ വസൂരി മുദ്ര കാണിക്കണം, മാക്കുകയും വേണം. അവിടെ കോഴിക്കല്ല് തള്ളവിരലുകൊണ്ട് മറച്ചിടുകയും വേണം. അങ്ങനെയുള്ള അമാനുഷിക ശക്തികളും അമാനുഷിക പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ ആ സംഭവം പാടുള്ളൂ. പ്രത്യേകിച്ച് ഞാനറിയുന്ന കാളി എന്ന് പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞാലേ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ചാർജ് എടുക്കുള്ളൂ. ഒരു വലിയ തമ്പുരാനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 80 വയസ്സ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേ ഈ അമ്മയുടെ രക്ഷകർത്താവായിട്ട് വരുന്നു. അതിന് എൻ്റെ ഒരു ആത്മീയ ലെവലിൽ എൻ്റെ അന്വേഷണത്തിലും എൻ്റെ അറിവിലും അറിയുന്നത് പെണ്ണിൻ്റെ മണം, പൂവിൻ്റെ മണം, പണം, ധനം, ധാന്യം എന്നിവ തിരിച്ചറിയാത്ത അവസ്ഥ, അതാണ് കാളി അവസ്ഥ, അഘോരാവസ്ഥ. ആവാഹനവും അവരോഹനവും ഇല്ലാത്ത കാവ്, കൊടിമരമില്ലാത്ത കാവ്, അതാണ് ഈ ശ്രീകുരുമ്പക്കാവ് എന്ന് പറയുന്ന ആദിപരാശക്തി ലോകാംബികയായിട്ടിരിക്കുന്ന ഈ കൊടുങ്ങല്ലൂർ കാവിലെ പ്രജകളായിട്ടിരിക്കുന്ന ഞങ്ങൾ അനുഗ്രഹീതനാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ ഞങ്ങൾ തന്നെയാണ്. രാവിലെ നമ്മൾ ഇവിടെ പന്തിരടി പൂജ സമയത്ത് നട അടയ്ക്കും. കോയം തമ്പുരാൻ്റെ പ്രതിനിധി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തോട് പറയും ഇത് നാമം തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൂജ നടക്കും. ആ പൂജ അവസാനിച്ച് നട തുറക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് 4 പേര്, ആ പഴയ സങ്കല്പത്തിൽ 4 പേര് പോയിട്ട് തമ്പുരാനോട് അടുത്ത മാസത്തെ അനുവാദം ചോദിച്ചു വരികയും ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുന്നേ, പൂജയ്ക്ക് മുന്നേ അവിടെ വരും എന്ന് കോയമ്പോൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രപാലകന്റെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ പൂജാ ടൈമിൽ വന്ന് പറയും. ഞങ്ങൾ വീണ്ടും ഇരുന്ന് നാമം ചെല്ലും. അത് കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ലൈനായിട്ട് ഇവിടുന്ന് പോയി അമ്മയെ ദർശിച്ചതിന് ശേഷമാണ് നട അടയ്ക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറികടക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭഗവതി ആയിട്ടുള്ള ഡിസ്കസ് നടക്കുന്നതിൻ്റെ വല്ല തേർവാഴ്ച ഉണ്ടാവാം. ഭഗവതി ഏത് സമയത്തും തേർവാഴ്ച നടത്തുന്ന സ്ഥലമാണ് ഈ നരതി. ഭഗവതിക്ക് എപ്പോൾ വേണമെങ്കിലും ആളുടെ സ്ഥലത്ത് സഞ്ചരിക്കാം. ഇവിടെ അതുകൊണ്ടാണ് താലപ്പൊലി സമയത്ത് ആന പോലും മുറിച്ച് കിടക്കില്ല. തമ്പുരാൻ മാത്രം നേരിൽ കൂടെ അങ്ങനെ പോവാം. പക്ഷെ തമ്പുരാന്റെ വാഹനം പോകാറില്ല, പല്ലക്ക് മാത്രമേ പോകാറുള്ളൂ. മറ്റു പോകാൻ പാടില്ല, പല്ലക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ക്ഷേത്രപാലന്റെ ബാക്ക് സൈഡ് ആയിട്ട് വന്നിട്ട് നമ്മൾ കോലം താഴെ ഇറക്കിയിട്ട് ഇപ്പുറത്ത് ഈ തറയുടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് കോലം രണ്ടാമത് കയറ്റുന്നത്. ഇവിടെ ട്രസ് പാസിങ് വേ ആണ്, ഭഗവതിയുടെ ഒരു വേ ആണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരു എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ആളുടെ സ്ഥലമാണ്, ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളും ഇതിൻ്റെ പ്രധാനികളും ഒക്കെ ഈ കൊടുങ്ങല്ലൂർ കാവായിട്ട് പ്രവർത്തിക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത്.